പ്രസംഗിക്കാൻ പോകുന്ന കഴിഞ്ഞ ആഴ്ച പ്രസംഗിച്ച അതേ വാക്യത്തിൽ നിന്നാണ്. നമുക്കതുകൊണ്ട് എബ്രായ ലേഖനങ്ങളിലേക്ക് വരാം. വേഗത്തിൽ ഞാൻ പ്രസംഗിച്ച് അവസാനിപ്പിക്കാനായി ശ്രമിക്കാം. ഇന്ന് നിങ്ങളുടെ ഇടയിൽ ഒരു അസാധാരണമായ ഒരു ഇമ്പാർട്ടേഷൻ ഉണ്ടാകും. ഇന്ന് പകൽ മുതൽ നിങ്ങളുടെ അകത്ത് സ്വപ്നങ്ങളിലും ദർശനങ്ങൾക്കും ക്ലാരിറ്റി ഉണ്ടാകും. എഴുതി വെച്ചോണോ ഇതാ, ഇന്ന് സംഭവിക്കാൻ പോവുക. എന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ കർത്താവ് പറഞ്ഞുകൊണ്ടിരുന്ന പ്രസംഗം നടക്കത്തില്ല എങ്കിലും പറയുക, കഴിഞ്ഞ ദിവസങ്ങളിൽ കർത്താവിനെ കാണിക്കുക. ഒരു വലിയ ഗ്രൂപ്പ് ഓഫ് ആളുകൾ എന്ന് പറഞ്ഞാൽ ഈ ഹാളിൽ ഇന്ന് 10,000 പേര് 1000 കൂടുതൽ പേരിയ്ക്കുന്നുവെങ്കിൽ അത്രത്തോളം ആളുകൾ തന്നെ പ്രവചിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ച എന്നെ കർത്താവ് കാണിച്ചു. നിങ്ങൾ എഴുതി വെച്ചോണം, ഇന്ന് അത് സംഭവിക്കാൻ തുടങ്ങുക. ഇന്നത് ആരംഭിക്കുക. യൂട്യൂബിൽ എന്നെ കാണുന്ന ആളുകൾ റെഡി ആയിക്കോ. ഇന്നു മുതൽ ആ കാര്യങ്ങൾ ഓപ്പൺ ആകുക. ഇന്നു മുതൽ ആ കാര്യങ്ങൾ സാധ്യമാകുകയാണ്. ഇപ്പോൾ മുതൽ ആ കാര്യത്തിന് മേൽ ഫ്രീഡം ഉണ്ടാകുകയാണ്. എബ്രായ ലേഖനം 6-ാം അധ്യായത്തിലേക്ക് വരാം. 1-ാം വാക്യം വായിക്കാം. നിങ്ങൾ ആ വാക്യത്തിന്റെ ആദ്യ വാക്കൊന്ന് അണ്ടർലൈൻ ചെയ്യണം. അതുകൊണ്ട്, നിർജീവ പ്രവൃത്തികൾ ഒന്ന് ശ്രദ്ധിച്ചേ. അതുകൊണ്ട്, എല്ലാവരും പറഞ്ഞേ. അതുകൊണ്ട്, therefore അല്ലെങ്കിൽ അതുകൊണ്ട്. അതുകൊണ്ടെന്ന് പറയണമെങ്കിൽ അതിനു മുമ്പ് എന്തോ ഒരു കാര്യം പ്രധാനമായി പ്രസ്താവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അതുകൊണ്ട് എന്നൊരു വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. therefore എന്നൊരു വേർഡ് 6-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഉപയോഗിക്കാൻ കാരണം 5-ാം അധ്യായം അവസാനിപ്പിച്ചിരിക്കുന്ന കാര്യം ക്ലാരിഫൈ ചെയ്യുവാണ് അപ്പോസ്തലൻ 6-ാം അധ്യായം 1-ാം വാക്യത്തിൽ. അതുകൊണ്ട് അടുത്ത വാചകം വായിച്ച നിർജീവ പ്രവൃത്തികളെ കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തെങ്കിലെ വിശ്വാസം, സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം, കൈവപ്പ്, മരിച്ചവരുടെ പുനരുദ്ധാനം, നിത്യശിക്ഷാവിധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും ഇടാതെ എന്ന് പറഞ്ഞ ഈ വായിച്ചതെല്ലാം ദൈവവചനത്തിന്റെ അടിസ്ഥാന കാര്യങ്ങളാണ്. എല്ലാവരും പറഞ്ഞേ, അടിസ്ഥാന കാര്യങ്ങളാണ്. അതൊന്നും വേണ്ടത് ദാനങ്ങളല്ല, അതെല്ലാം വേണ്ടതാണ്. എല്ലാവരും പറഞ്ഞേ, അതൊക്കെ വേണ്ടതാണ്. എന്ത് വേണം? നിർജീവ പ്രവർത്തികളിൽ നിന്നുള്ള മാനസാന്തരം വേണം, വിശ്വാസം വേണം, സ്നാനം വേണം, അടുത്ത വാക്ക് കയ്യൊപ്പ് വേണം, മരിച്ചവർ പുനരുദ്ധാനം ഉണ്ടാകുമെന്നുള്ള അറിവുണ്ടാകണം, അടുത്തത് ശിക്ഷാവിധിയെ കുറിച്ച് അറിയണം. ഇതെല്ലാം അടിസ്ഥാനങ്ങളാണ്. പക്ഷെ പൗലോസ് പറയുക, അല്ലെങ്കിൽ എബ്രായ ലേഖകൻ പറയുക, ആ അടിസ്ഥാനങ്ങൾ പിന്നീടാതെ പരിജ്ഞാന പൂർത്തി പ്രാപിക്കാൻ ശ്രമിക്കണം. നമ്മൾ ഈ മലയാളത്തിൽ പരിജ്ഞാന പൂർത്തി എന്ന് വായിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് മനസ്സിലാവുന്നില്ലെങ്കിൽ ഇംഗ്ലീഷ് വേർഷൻ എന്ന് വായിക്കാം. Therefore let us leave the elementary doctrines of Christ and go on to maturity. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന കുറച്ചും കൂടെ നല്ല വേർഡാണ് maturity. എല്ലാവരും പറഞ്ഞേ, maturity. നമ്മൾ പറയില്ലേ ഇമ്മച്ചുവേർഡ് ആ വ്യക്തി എന്ന്, മച്ചുവേർഡ് ആണ് വ്യക്തി എന്ന്. ഒരു നല്ല കൊച്ചാണെങ്കിലും നല്ല മച്ചുവേർഡ് ആവാൻ കേട്ടോ, പറയത്തില്ലേ? എനിക്ക് എൻ്റെ മോനെ കുറിച്ച് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അവന് സാധാരണ പിള്ളേരെ പോലെയുള്ള ഒരു ബിഹേവിയറിനേക്കാൾ കുറെ കൂടെ ശാന്തമായൊരു സ്വഭാവമുണ്ട്, എക്സ്ട്രാ ഓർഡിനറി ആയിട്ട്. അതിനുവേണ്ടി എൻ്റെ കൂടെയുള്ള മറ്റത് തീരും. ഉണ്ടോ? ഓക്കെ, ഒരു നല്ല ആമേൻ പറഞ്ഞേ. അവൾക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ആത്മീയ അനുഭവങ്ങൾക്കായി സ്തോത്രം കേട്ടോ. എനിക്ക് തോന്നി ഇന്നലെ രാത്രി രാത്രി 1 മണി വരെ എൻ്റെ കൂടെ അവളൊരു പ്രാർത്ഥിക്കാനിരുന്നു. അതൊരു വലിയ കാര്യമാണ്. എന്നിട്ട് രാത്രി നീ പോയിരുന്ന് പ്രാർത്ഥിച്ചോടി. അതാ കിടന്നോ ഇരുന്നോ പറ. അതൊരു ഗ്രേസ് ആണ്. കാരണം 18 വയസ്സുള്ള ആള് 1 മണി വരെ ഒന്നും പ്രാർത്ഥിക്കാതിരിക്കണമെന്നില്ല. ഇറ്റ്സ് എ ഗ്രേസ്. ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ അതൊരു വലിയ കാര്യമാണ്, കുഞ്ഞുങ്ങൾക്ക് ഇല്ലാത്ത സാധനമാണ്, നിങ്ങൾക്ക് ഉണ്ടാകട്ടെ. അതാ നിങ്ങൾ എന്താ കൈയടിക്കാത്ത? താങ്ക് യു ജീസസ്. എന്നോട് നീ ചോദിച്ചു അപ്പം എങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്നതെന്ന്. ഞാൻ 3 ദിവസമായി ശരിക്കും ഉറങ്ങിയിട്ട്. പക്ഷെ 3 ദിവസമായി എന്ന് പറയാൻ ഒക്കത്തില്ല. ഇന്നലെ ഞാൻ കറക്റ്റ് ഉറങ്ങി 3 മണിക്ക് ശേഷം 3:30 ആയി കാണും. പിന്നെ ഞാൻ ഒരു 5:30 ആയപ്പോൾ എഴുന്നേറ്റു, 6:45 ആയപ്പോൾ എഴുന്നേറ്റു. എനിക്ക് പ്രത്യേകിച്ച് ക്ഷീണമില്ല. 16 ദിവസമായി ഞാൻ ആഹാരം കഴിച്ചിട്ട്. എന്നെ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നു നേരത്തെ ചാർജ് ആയിരിക്കുക. നിങ്ങളെന്താ കൈയടിക്കാത്ത, ഒരു ആമയും പറയാത്ത? I think I am strong enough to preach. So തിരിച്ചു വരാം നമുക്ക്. ഒന്ന് ശ്രദ്ധിച്ചേ. എന്നിങ്ങനെയുള്ള അടിസ്ഥാനങ്ങൾ വീണ്ടും വിടാം എന്ന് പറഞ്ഞാൽ ഇത് അടിസ്ഥാനങ്ങളാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് മച്യൂരിറ്റിയിലേക്ക് വരണം. ഇനി ഞാൻ നിങ്ങളെ ഞെട്ടിപ്പിക്കാൻ പോവാ, എന്നെ യൂട്യൂബിൽ കാണുന്ന ആളുകൾ കൂടെ ഞെട്ടാൻ പോവാ. എന്ന് പറഞ്ഞാൽ എലമെന്ററി ഡോക്ട്രിൻസ് നിങ്ങളെ മച്യൂരിറ്റിയിലേക്ക് എത്തിക്കത്തില്ലെന്ന്.
മച്യൂരിറ്റിയിലേക്ക് എത്താൻ വേറെ ചിലതുകൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ടെന്ന്. നിങ്ങൾക്ക് എപ്പോഴും കൈയടിക്കാൻ ഞെട്ടിൽ എപ്പോഴും യഥാർത്ഥത്തിൽ മനസ്സിലായില്ല. പറയാം, ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. ഞാൻ പണ്ട് ചർച്ച പറയുമ്പോൾ പറയുന്നു മരിച്ചവരുടെ പുനരുദ്ധാനം, ശിക്ഷാവിധി, അതൊക്കെ പ്രസംഗിക്ക് കേൾക്കുമ്പോഴേ ബോറടിച്ചു പോവും. ഞാൻ പറയാം, അത് കുറച്ച് വളർന്ന ആളുകൾക്ക് അതൊക്കെ മനസ്സിലാവത്തുള്ളൂ. നമ്മൾ അങ്ങനെ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? മരിച്ചവരുടെ പുനരുദ്ധാനം അല്ലെങ്കിൽ ശിക്ഷാവിധി, അതെല്ലാം ആൾക്കേ മനസ്സിലാവത്തുള്ളൂ. പക്ഷെ പൗലോസ് പറയുക, അല്ലെ എബ്രായ ലേഖകൻ പറയുക, അത് വളർന്ന ആളുകൾക്കുള്ളതല്ല, ശിശുക്കൾക്കുള്ളതാണ്. അതിനപ്പുറത്ത് ചിലതുണ്ട്, അതാണ് വളർന്ന ആളുകൾക്കുള്ളതെന്ന്, അല്ലെങ്കിൽ വളരേണ്ടതിനായിട്ടുള്ളതെന്ന്. നിങ്ങളെന്താ കൈയടിക്കാത്തെ? ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടോ ജോൺ ബ്രദറിന്റെ എവിടെ മരിച്ചവരുടെ പുനരുദ്ധാനം പഠിപ്പിക്കുന്നുണ്ടോ എന്ന്? ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടോ ശിക്ഷാവിധിയെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ടോ എന്ന്? അതാണ് ഏറ്റവും വലുത് എന്ന് ചിന്തിക്കുന്ന സമൂഹത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷെ അതൊക്കെ വേണം, അതൊക്കെ അറിഞ്ഞിരിക്കണം, അത് പഠിക്കണം. പക്ഷെ അതിനപ്പുറത്തേക്ക് ചിലതും കൂടെ ഉണ്ട് എന്ന് വേദപുസ്തകം പറയുക. അതെന്താണ്? നമുക്ക് വായിക്കാം. എബ്രായ ലേഖനം 5-ാം അധ്യായം അതിന്റെ 12 മുതലുള്ള വാക്യങ്ങൾ, അതിന്റെ 13-ാമത്തെ വാക്യം മുതൽ വായിച്ചു. പാല് കുടിക്കുന്നവനെല്ലാം നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവരത്രേ, അവൻ ശിശുവല്ലോ. അടുത്തത്, കട്ടിയായുള്ള ആഹാരം നന്മതിന്മകളെ തിരിച്ചറിയുവാൻ തഴക്കത്തിൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുള്ളവരായി പ്രായം തികഞ്ഞവർക്കേ പറ്റത്തുള്ളൂ. അപ്പൊ സത്യത്തിൽ പറഞ്ഞത് ശിശുക്കളായ ആളുകളാണ് നിർജീവ പ്രവർത്തികളെ കുറിച്ചുള്ള മാനസാന്തരം, കൈവപ്പ്, സ്നാനം, വിശ്വാസം, നിത്യ ശിക്ഷാവിധി, മരിച്ചവരുടെ പുനരുദ്ധാനം എന്നതെല്ലാം ആര് മനസ്സിലാക്കേണ്ടതാണ്? ശിശുക്കൾ മനസ്സിലാക്കേണ്ടതാണ്. എന്നാൽ അടുത്തൊരു ലെവലിലേക്ക് വരുന്ന ആളുകൾ അതിനപ്പുറത്തേക്ക് ചിലത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഓ, ഒരു സ്ട്രോങ് ആയിട്ട് നല്ല കൈയടി കൊടുത്തേ കർത്താവിനെ. ഇതെല്ലാം പറയുമ്പോൾ നമുക്ക് മനസ്സിലാവാത്ത തൊട്ട് പൗലോസ് അവിടെ എഴുതിയിരിക്കുന്നുണ്ടോ? കാലം നോക്കിയാൽ നിങ്ങൾ ഉപദേശകന്മാരായിരിക്കേണ്ട, നിങ്ങൾ ദൈവത്തിന്റെ അരുളപ്പാടുകൾ ആദ്യ പാഠങ്ങൾ തന്നെ. അപ്പൊ ദൈവത്തിന്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങൾ എന്ന് പറയുന്നതാണ് നമ്മൾ നേരത്തെ വായിച്ചത്. പക്ഷെ അടുത്ത് കഴിഞ്ഞിട്ട് പറയുക കട്ടിയുള്ള ആഹാരം വേണമെന്ന്. അപ്പൊ നിങ്ങൾ ചിന്തിക്കാൻ പോകുന്നത് ഇനി എന്തോന്ന് കട്ടിയുള്ള കാര്യം എന്നാ. പക്ഷെ ആ കട്ടിയുള്ള ആഹാരം നിങ്ങൾ സിമ്പിളായി എല്ലാ ദിവസവും കഴിക്കുന്ന ആഹാരോ? നിങ്ങൾ ആരും അതിനെ കൈയടിച്ചില്ല, ഒരു ആമേൻ പറഞ്ഞില്ല. ഒന്ന് ഒരു ദീർഘശ്വാസം വിട്ടെ, എന്നിട്ട് പറഞ്ഞു പരിശുദ്ധാത്മാവെ കുറെ കൂടെ ഞങ്ങൾക്കിത് മനസ്സിലാക്കി തരാൻ പറഞ്ഞു. ഒന്നും കൂടെ പറഞ്ഞേ. നോക്കാം, വേദവസം പറയാം, മച്ചോറായ ആളുകൾക്ക് കുറച്ചും കൂടെ സ്ട്രോങ് ആയ മീറ്റ് വേണം. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞപ്പോൾ നിങ്ങളോട് പറഞ്ഞു, ഓർമ്മിക്കുന്നു ഞങ്ങളുടെ വിശ്വാസം, ഒരു ശിശു ആയിരിക്കുന്ന ഒരാൾക്ക് നമ്മുടെ വീട്ടിൽ ഉറക്കുന്ന മീനിന്റെ മണം അറിയത്തില്ല. പക്ഷെ വളർന്ന ആളുകൾക്ക് അവിടെ എന്താ ആ മീൻ എന്താന്ന് മനസ്സിലാക്കാൻ പറ്റും. കാരണം അവന്റെ ഇന്ദ്രിയങ്ങൾ അതിനെ മനസ്സിലാക്കാൻ തക്കോണം വളർന്നു കാണും. പൗലോസ് പറയുക, നമ്മുടെ സ്പിരിച്വൽ ഇന്ദ്രിയങ്ങൾ മച്യൂരിറ്റിയിലേക്ക് വരണമെങ്കിൽ മാനസാന്തരത്തെക്കുറിച്ചോ ശിക്ഷാവിധിയെക്കുറിച്ചോ കേട്ടതുകൊണ്ട് ആയില്ല. നിങ്ങളുടെ സ്പിരിച്വൽ ഇന്ദ്രിയങ്ങൾ മച്യൂരിറ്റിയിലേക്ക് വരണമെങ്കിൽ നീതിയുടെ വചനം നിങ്ങൾ പഠിച്ചേ ഒക്കത്തുള്ളൂ. എല്ലാവരും പറഞ്ഞു എന്നാ? നീതിയുടെ വചനം എന്ന് പറഞ്ഞാൽ എന്താ? വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുന്നതിനെ കുറിച്ചായി പറഞ്ഞേ. നമ്മളെല്ലാവരും വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടായിരിക്കും. നമ്മൾ ആരെങ്കിലും നിങ്ങളാരെങ്കിലും ഇവിടെ ഒരു യാഗം അർപ്പിച്ചതുകൊണ്ടാണോ കർത്താവ് നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ചത്? അല്ല. നിങ്ങൾ ആരെങ്കിലും 1 മണിക്കൂർ അല്ലെങ്കിൽ 10 മണിക്കൂർ പ്രാർത്ഥിച്ചുകൊണ്ടാണോ നിങ്ങളുടെ കുറവുകളെ ദൈവം ക്ഷമിച്ചത്? ഇന്നലകളിൽ നിങ്ങൾ ചെയ്തു പോയ എല്ലാ തെറ്റുകളും കർത്താവിന്റെ രക്തത്താൽ കഴുകിയത് നിങ്ങൾ 3 ദിവസം ഉപവസിച്ചുകൊണ്ടാണോ? അല്ല. എന്ത് ചെയ്തുകൊണ്ട്? കർത്താവ് യേശുവിൽ വിശ്വസിച്ചതാണ്. അതാണ് നീതിയുടെ ആദ്യത്തെ പടി. അപ്പൊ നീതീകരണത്തെ കുറിച്ച് ആഴത്തിൽ ഒരാൾക്ക് മനസ്സിലാകാൻ തുടങ്ങുന്നത്, അല്ലെങ്കിൽ റൈച്ചസ്നെസ്സിനെ കുറിച്ച് ആഴത്തിൽ ഒരാൾക്ക് മനസ്സിലാകാൻ തുടങ്ങുന്നത് ആണ് അയാളുടെ വളർച്ചയുടെ കാര്യമെന്ന്. അയാൾ മനസ്സിലാക്കാൻ തുടങ്ങുന്നതനുസരിച്ച്
അയാളുടെ അകത്തെ മനുഷ്യൻ മച്യൂരിറ്റിയിലേക്ക് വരാൻ തുടങ്ങും. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. എന്തുകൊണ്ടാണ് അപ്പൊ നിങ്ങളുടെ അകത്തെ മനുഷ്യൻ മച്യൂരിറ്റിയിലേക്ക് വരാത്തതെന്ന് പറയാവോ? സിമ്പിളാണ് കാര്യം. ഇപ്പോഴും നിങ്ങൾ എന്ത് കേട്ടോണ്ടിരിക്കുക? മാനസാന്തരപ്പെടണം, നിങ്ങളുടെ തെറ്റ് ഇതാണ്, നിങ്ങളിങ്ങനെയാണ്, നീ ഈ തെറ്റിൽ നിന്ന് മാറണം എന്ന ചിന്തയാണ് നിങ്ങളെ ഭരിക്കുന്നതെങ്കിൽ ഇപ്പോഴും നിങ്ങൾ ശിശുത്വത്തിൽ തുടരുകയാണ്. അല്ല, അതിനപ്പുറത്ത് യേശുവിൻ്റെ രക്തം എന്നെ നീതീകരിച്ചതാണ്, ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, ഞാൻ അവൻ്റെ മകനായ അവിടെ ജീവിക്കുന്നത് എന്നതാണ് നിങ്ങളെ ഭരിക്കുന്നതെങ്കിൽ നിങ്ങൾ നീതീകരണ ബോധത്തിലാണ് ജീവിക്കുന്നത്. ഇപ്പോഴും എൻ്റെ കയ്യിൽ കുറവുകളുണ്ട്, കർത്താവേ എന്നോട് ക്ഷമിക്കണേ, ഞാൻ അതിൽ വീണുപോയി, കർത്താവേ എന്നോട് ക്ഷമിക്കണേ എന്നുള്ള അനുഭവത്തിലാണ് നിങ്ങൾ തുടരുന്നതെങ്കിൽ ഇപ്പോഴും നിങ്ങൾ ശിശുവാണ്. ശിശുക്കൾ വീഴാം, ശിശുക്കൾ തെറ്റുപറ്റാം, ശിശുക്കൾക്ക് അബദ്ധം വരാം. പക്ഷേ അല്ല, ഞാൻ നീതിമാനാണ്, എന്നെ വിശ്വാസത്തിൽ ഞാൻ നീതീകരിക്കപ്പെട്ടു, ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, എനിക്കിനെ തെറ്റ് ചെയ്യാൻ പറ്റത്തില്ല, അവൻ്റെ നീതി എന്നെ നിയന്ത്രിക്കുന്നു എന്നതാണുള്ളതെങ്കിൽ സത്യത്തിൽ ഒന്ന് കൈയടിച്ചൊരു ആമേൻ പറഞ്ഞ് നിങ്ങൾ മാച്യൂരിറ്റിയിലേക്ക് വളരുകയാണ്. കൈയടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞിട്ട് കുറച്ചും കൂടെ നന്നായി പറഞ്ഞ് നീതിബോധം നിങ്ങളെ ഭരിക്കാൻ. ഈ നീതിബോധം എന്ന് പറഞ്ഞാൽ എന്തുവാ? തെറ്റും ശരിയും അറിയുക എന്നുള്ളത്. എല്ലാവരും പറഞ്ഞേ, തെറ്റും ശരിയും അറിയുക. അത് ക്രിസ്തുയേശുവിൽ എനിക്ക് ദൈവം തന്ന നീതീകരണത്തെ കുറിച്ച് അറിയുക എന്നുള്ളതാ. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അതിൽ ഞാൻ വളരണമെന്ന്. എല്ലാവരും പറഞ്ഞേ, അതിൽ ഞാൻ വളരണമെന്ന്. സഹോദരങ്ങളെ, നമുക്കതിൽ വളരണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ ആവശ്യമാണ്. ഒന്ന് ആത്മാവിൻ്റെ നിറവും, രണ്ട് ദൈവവചനവും. നിങ്ങളൊരു വാക്യം വായിക്കാം. ഗലാത്യ ലേഖനങ്ങളിലേക്ക് വരാം. ഗലാത്യ ലേഖനം അതിൻ്റെ 5-ാമത്തെയും അതിൻ്റെ 16-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിക്കാം. ആത്മാവിനെ അനുസരിച്ച് നടക്കുവിൻ. എൻ്റെ വിഷയം സ്വപ്നങ്ങളാണ് കേട്ടോ, അതിലേക്ക് വരുന്നേ ഉള്ളൂ ഞാൻ. ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിയാക്കിയില്ല. ജഡത്തിന്റെ മോഹം നിവർത്തിക്കാന്ന് പറഞ്ഞാൽ എന്തുവാ? എനിക്ക് മൂട്ടിക്കണം തോന്നി, എനിക്ക് തെറ്റായൊരു സിനിമ കാണണം തോന്നി, കള്ളത്തരം പറയണം തോന്നി, ജഡത്തിന്റെ ആഗ്രഹമാണ്. എത്ര പരീക്ഷയാണെന്ന് തോന്നിയാലും പരീക്ഷയുടെ ഇടയിലും ഒരു ഷോർട്ട് ഫിലിം കാണാൻ തോന്നി. പരീക്ഷയാ, നാളെ എക്സാമാ, പക്ഷെ അപ്പൊ തോന്നുന്നു ഒന്ന് കണ്ടിട്ട് തുടങ്ങാം. കുഞ്ഞുങ്ങൾ കേൾക്കുന്നു, ജഡത്തിന്റെ മോഹമാ, ജഡത്തിന്റെ ടെംപ്റ്റേഷനാ. എന്നാൽ ജഡത്തിന്റെ ടെംപ്റ്റേഷനെ എങ്ങനെ മറികടക്കണമെന്നാ പൗലോസ് പറഞ്ഞേ? ആത്മാവിനാൽ നയിക്കപ്പെടണമെന്ന്. എന്ന് പറഞ്ഞ എൻ്റെ നീതിയിൽ ഞാൻ ജീവിക്കണമെങ്കിൽ, ദൈവിക നീതിയിൽ ഞാൻ ജീവിക്കണമെങ്കിൽ എൻ്റെ മുകളിൽ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണം വ്യാപരിക്കപ്പെടണം. നീതീകരണത്തിൽ ഞാൻ ജീവിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടണം ഞാൻ. രണ്ട്, ദൈവവചനത്താൽ നിയന്ത്രിക്കപ്പെടണം. എബ്രായ ലേഖനം 4-12 വാക്യം, അവന്റെ വചനം എൻ്റെ അകത്തേക്ക് വന്നിട്ട് എൻ്റെ ചിന്തയും വിചാരങ്ങളെയും എല്ലാം വിവേചിച്ചിട്ട് ഞാൻ ഇങ്ങനെയാണെന്ന് മനസ്സിലായി അതിനോടൊപ്പം ദൈവാത്മാവിൽ നയിക്കപ്പെടണം. അതിനെയാ നീതിബോധത്തിൽ നടക്കുക എന്ന് പറയുന്നത്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. അങ്ങനെ നടക്കുന്ന ഒരാളാണ് മച്യൂരിറ്റിയിലേക്ക് വളരുന്നത്. നിങ്ങൾ ചെയ്തത് തെറ്റാന്ന് ഞാൻ നിങ്ങളോട് പറയുന്ന വിധത്തിൽ ജീവിക്കുന്നതിനെയല്ല മച്യൂരിറ്റി എന്ന് പറയുന്നത്. മറ്റൊരാൾക്ക് അത് ചെയ്ത് തെറ്റാന്ന് പറഞ്ഞു കൊടുക്കുന്ന രീതിയിലേക്ക് നിങ്ങൾ വളരുക എന്നതാ. അങ്ങനെ വളരണമെങ്കിൽ നിങ്ങൾ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടണം. അത് ശരി, ഇത് ശരി എന്ന് മനസ്സിലാക്കുന്ന വിധത്തിൽ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടണം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. നിങ്ങൾ യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് ഒന്ന് വന്നേ, അതിന്റെ 10-ാം അധ്യായം ഒന്നെടുത്തേ, 2-ാമത്തെ വാക്യം വായിച്ചേ. വാതിലിലൂടെ കടക്കുന്നവൻ ആടുകളുടെ ഇടയനാകുന്നു. അടുത്ത വാക്ക്, അവനെ വാതിൽ കാവൽക്കാരൻ തുറന്നു കൊടുക്കുന്നു. അടുത്ത വാക്ക്, ആടുകൾ അവന്റെ ശബ്ദം കേൾക്കുന്നു. എന്ന് പറഞ്ഞ ഞാൻ യേശുവിലേക്ക് വന്നപ്പോ, ഞാൻ ഇന്നത്തെ മെസ്സേജിന് പേരിട്ടിരിക്കുന്ന ഗോസ്പൽ എന്ന് പറയുന്നത് ദൈവരാജ്യത്തിനകത്തേക്ക്, ആത്മലോകത്തിലേക്കുള്ള വാതിലാണ്. നിങ്ങൾ രണ്ടുപേരും ഒന്ന് വരാമോ? രണ്ടുപേരൊന്ന് വരാം. ഓടിയോ? ഒരേ പൊക്കമുള്ള വരുവാ. ഇത് പൊക്കം കൂടിയില്ല, ഒന്ന് പൊക്കം കുറവാ. ഫേസ് ടു ഫേസ് നിന്ന് രണ്ടുപേരെ കൈ ഒന്ന് പുറത്ത് പിടിച്ച്, ഇങ്ങനെ പിടിച്ച്, ഒന്ന് പൊക്കി പിടിച്ച്.
ഞാൻ സുവിശേഷം കേട്ടപ്പോൾ വാസ്തവത്തിൽ ഞാൻ ആത്മഗോളത്തിലേക്ക് കടക്കുകയാണ് ചെയ്തത്. ആമേൻ, ആമേൻ. സുവിശേഷം എന്നെ ഒരു ആത്മഗോളത്തിലേക്ക് കൊണ്ടുപോയി. ജോന മുളങ്ങുന്നേ അവിടെ. ഞാൻ ഇവളോട് സുവിശേഷം പറഞ്ഞപ്പോ ഇവള് ആത്മാവിന്റെ ഗോളത്തിനകത്തേക്ക് വന്നു. ഇത് ആത്മാവിന്റെ ഗോളമാണ്. ഇതാണ് വേദപുസ്തകം വിളിച്ചത് എന്റെ തൊഴുത്തെന്ന് വിളിച്ചത്. ഈ തൊഴുത്തി കയറിനേക്കാൾ മുമ്പ് ഇയാളോട് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അങ്ങനെ നോക്കരുത്, ഇങ്ങനെ നോക്കരുത്. പക്ഷെ തൊഴുത്തി കയറിയ ദിവസം മുതലേ ഇയാളെ നിയന്ത്രിച്ചത് ആടുകൾ അവന്റെ ശബ്ദം കേൾക്കും. ഹല്ലേലൂയ. ഇയാൾ തൊഴുത്തി കയറിനേക്കാൾ മുമ്പ് ഇവളുടെ അമ്മ ഇവളോട് പറയും, എടി കൊച്ചെ അങ്ങനെ ഇരിക്കല്ലേ, കാലിന് മേലിൽ കാലി കെട്ടിച്ചിട്ട് അവര് പെമ്പിള്ളേർ ഇരിക്കുന്നേ. ആരും ലിസണിങ്. പക്ഷെ തൊഴുത്തി കയറിയപ്പോ കാലിന്റെ മേൽ കാല് കയറ്റി വെച്ചപ്പോ ആരോ ഒരാൾ ഇങ്ങനെ എന്തോ ഇങ്ങനെ മന്ത്രിക്കുന്ന പോലെ ഒരു തോന്നല്. കാല് താഴെ വെക്കേ. നിനക്കങ്ങനെ തോന്നൽ വല്ലതും ഉണ്ടോ? ലവ് യു ജീസസ്. ഒന്ന് കൈ അടിച്ചൊരു നല്ല ആമേൻ പറഞ്ഞേ. ഒന്ന് ചേർന്ന് കൈ അടിച്ചൊരു ആമേൻ പറ. ആടുകൾക്ക് മാത്രമുള്ള പ്രത്യേകത അവന്റെ ശബ്ദം കേൾക്കും. എന്നാൽ ഇന്നലെ വരെ ഇയാൾ ആരുടെ ശബ്ദമാണ് കേട്ടിരുന്നത്? ചെയ്യരുത്, നോക്കരുത്, പറയരുത് എന്ന ശബ്ദം കേട്ടിരുന്നത്. പക്ഷെ തനിക്ക് ഇതുവരെ ജീവിക്കാൻ പറ്റിയില്ല. തനിക്ക് ആ നീതിയിൽ ജീവിക്കാൻ പറ്റിയില്ല. പക്ഷെ ഈ തൊഴുത്തിൽ വന്നതിന് ശേഷം താൻ അങ്ങനെയല്ല. തൻ്റെ അകത്ത് വേറൊരു ശബ്ദം കേൾക്കാം. ആ തൊഴുത്തിൽ ഈ തൊഴുത്തിൽ കിടക്കുന്നയാൾ, അവിടെ തൊഴുത്തിൽ കിടക്കുന്നയാളെ ആണ് ഇടയൻ പച്ചയായ പുൽപ്പറങ്ങളിലേക്ക് പേര് ചൊല്ലി വിളിച്ചുകൊണ്ട് പോന്നേ. അപ്പുറത്തോട്ട് തോന്നേ. ശിശു ആയിരിക്കുന്നിടത്തോളം കാലം അവനത് കഴിയത്തില്ല. പക്ഷേ മച്ചുവടാകാൻ തുടങ്ങിയ അവനെ ആരും നടത്താൻ തുടങ്ങും. വേറെ ആരോ ഒരാൾ നടത്താൻ തുടങ്ങും. അയാൾ പോകേണ്ടുന്ന വഴി അയാൾക്ക് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങും. പേര് ചൊല്ലി മുന്നോട്ട് വിളിക്കാൻ തുടങ്ങും. സംതിങ് ഡിഫറെന്റ്. ഞാൻ നിങ്ങളോടൊരു ദൂത് പറയട്ടെ. ചർച്ചിനകത്ത് പേര് വിളിച്ച് ദൂത് പറയുന്നത് സാധാരണ കാര്യമാകാൻ പോകുന്നു. നിങ്ങളെല്ലാവരുടെയും പേര് ദൈവത്തിന് അറിയാമെങ്കിൽ പിന്നെന്താ നമുക്ക് അറിഞ്ഞുകൂടാത്തത്? യേശുവിന് അന്നയുടെ പേര് അറിയാമെങ്കിൽ എനിക്ക് എന്താ അന്നയുടെ പേര് അറിഞ്ഞുകൂടാത്തത്? ഞാനും അവനും രണ്ടല്ലല്ലോ, ഞാനും അവനും ഒന്നല്ലേ? ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. അപ്പോ ശ്രദ്ധിക്കുന്നു. അപ്പൊ നീതിയിൽ നീതി ഒന്ന് ശ്രദ്ധിച്ചേ. നമ്മുടെ ശരീരത്തിൽ അവയവങ്ങളുണ്ടല്ലേ? അവയവങ്ങൾ മെച്യൂരിറ്റി ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. ആണോ അല്ലയോ? അവയവങ്ങളിൽ നമുക്ക് മെച്യൂരിറ്റി ഉണ്ടാകും. ചിലത് മനസ്സിലാക്കാനും ഗ്രഹിക്കാനും വളരുന്ന അനുസരിച്ചാണ് നമ്മുടെ ശരീരത്തിന് പറ്റുന്നത്. അതേപോലെ നമ്മുടെ അകത്തെ മനുഷ്യന്റെ നമ്മളിൽ വീണ്ടും ജനിച്ച മനുഷ്യന്റെ അകത്തും ഇതുപോലെ അവയവങ്ങളുണ്ട്. അതിനും കാണാം, അതിനും കേൾക്കാം, അതിനും ഗ്രഹിക്കാം, അതിനും സ്പർശനം അനുഭവിക്കാം. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴെങ്കിലും ഒരു തണുപ്പ് വരുന്നു. നിങ്ങൾക്ക് എവിടെയാ തണുപ്പ് വന്നതെന്ന് അറിയാം? നിങ്ങൾ പറയും കാലിൻ്റെ എവിടെയാ തോന്നിയേ? സത്യത്തിൽ നിങ്ങളുടെ കാലിൽ എവിടെ ഒന്നും തോന്നിയില്ല. പക്ഷെ നിങ്ങളുടെ അകത്തെ മനുഷ്യന്റെ ശരീരത്തിൽ അത് ഫീൽ ചെയ്യുന്നതാ. Are you following me? ചില ആളുകൾ പറയുന്നു, ബ്രദറെ ഞാൻ പ്രാർത്ഥിച്ചോണ്ടിരിക്കും. നിങ്ങൾ ശ്രദ്ധിക്കുന്ന ഞാൻ പറയുന്നത്. ഒരാളെ കണ്ടപ്പോ, ഞാൻ ഈ പ്രാവശ്യം ദുബായിൽ ഇറങ്ങി ചെന്നിട്ട് ഷാർജയിലേക്ക് ടാക്സിയിൽ യാത്ര ചെയ്യുക. ഷാർജ എന്ന് പറയുമ്പോഴേ അവര് ടാക്സിക്കാരുടെ മുഖം വാടും. കാരണം തിരിച്ചു വരെങ്കിൽ 2 മണിക്കൂറെങ്കിലും എടുക്കും. അങ്ങോട്ട് പോകുന്നത് 15 മിനിറ്റ് ചെല്ലും. പക്ഷെ ഇങ്ങോട്ട് വരാൻ നേരത്തെ 2 മണിക്കൂർ എടുക്കും. കാരണം ഷാർജ പക്ഷെ വിളിച്ച ടാക്സി വരാതിരിക്കാൻ ഒക്കത്തില്ല, വന്നേ ഒക്കത്തുള്ളൂ. ഞാൻ അവനെ പരിചയപ്പെട്ടു. അവൻ്റെ പേര് ഡാനിയൽ എന്നാണ്. പ്രാർത്ഥിച്ചോണ്ട് അവന്റെ മുഖം വാടിയിരിക്കുന്നത് അവന് ഇറിറ്റേറ്റ് ഉള്ളത് അറിയാം. പക്ഷെ മാർഗമില്ല, അവനൊന്നും പറയാൻ ഒക്കത്തില്ല. എന്നെ നമ്മുടെ നാട്ടിലെ പോലെ വരത്തില്ലെന്ന് പറയാനും ഒക്കത്തില്ല. കയറി അവൻ കൊണ്ടാക്കിയേ ഒക്കത്തുള്ളൂ.
ഞാൻ അടുക്കി ഇരുന്നപ്പോൾ കർത്താവിനോട് പറഞ്ഞു, നീ അവരോട് സംസാരിക്കാൻ പറഞ്ഞു. സംസാരിച്ചു. ദാനിയേലിനോട് ചോദിച്ചു, ദാനിയേലേ നീ എവിടെയാ? അവൻ പറഞ്ഞു, ഞാൻ കെനിയിൽ നിന്നാ. നീ ഏത് ചർച്ചിലാണ് പോകുന്നത്? KRCയില. ഞാൻ ചോദിച്ചു, ചർച്ചിൽ പോകാറുണ്ടോ? ഇല്ല. അതെന്താ കാരണം? ഓ ഇല്ല. അതെന്താ കാരണം? സമയം കിട്ടത്തില്ല. പെട്ടെന്ന് പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, അവൻ്റെ അപ്പൻ്റെ ജ്യേഷ്ഠന്മാരിൽ 2 പേര് മന്ത്രവാദികളാണ്. അവൻ വണ്ടി സ്ലോ ചെയ്തു, എൻ്റെ വലത്തോട്ട് നോക്കി. അവൻ ചോദിച്ചു, അവൻ പറഞ്ഞു യെസ്. പതിവില്ലാതെ എനിക്ക് ആദ്യമായിട്ട് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട്, ഞാൻ സോലോടും പറയാൻ മറന്നുപോയി, ആഫ്രിക്കയിലുള്ളൊരു പേര് വെളിപ്പെട്ട്. എനിക്കിപ്പോഴും ആ പേര് പറയാൻ അറിയത്തില്ല. ഒരു വല്ലാത്ത പേര്, നാ വെച്ച് തുടങ്ങുന്നതാ. നാങ്ങാന്നോ എന്തോ ഒരു പിടിയിൽ ഒരു വലിയ സാധനം പറയുകയാണെങ്കിൽ ഞാൻ ആ പേരിൻ്റെ പകുതി ഞാൻ പറഞ്ഞു. പറഞ്ഞു, എൻ്റെ അപ്പൻ്റെ ജ്യേഷ്ഠനാണ്, അയാൾ മന്ത്രവാദിയാണ്. അവൻ്റെ സ്പീഡ് ഒന്നും കൂടെ കുറഞ്ഞു. പെട്ടെന്ന് എൻ്റെ കാല് വേദനിക്കാൻ തുടങ്ങി. ഞാൻ അവനോട് ചോദിച്ചു, നിനക്ക് ഇടത്തെ കാലിൻ്റെ മുട്ടിന് വേദനയുണ്ടോ? അവൻ പറഞ്ഞു, ഉണ്ട് ഉണ്ട് ഉണ്ട്. ഞാൻ പറഞ്ഞു, നിന്റെ കാല് സൗഖ്യമാവോ? ഇപ്പോഴോ? ഞാൻ പറഞ്ഞു, ഇപ്പൊ സൗഖ്യമാവുമോ? അടുത്ത ആഴ്ച മുതൽ അവൻ ചർച്ച വരും. എൻ്റെ കാലിൽ വേദന, എൻ്റെ അകത്തെ മനുഷ്യനില് ചിലത് റിഫ്ലക്റ്റ് ചെയ്യുക. നമ്മുടെ അകത്തെ മനുഷ്യനാൽ നയിക്കപ്പെടുന്ന ആത്മാനുഭവത്തെ മെച്യൂരിറ്റി എന്ന് പറയുന്നേ. കാല് കൊയ്യാത്ത മോളെന്ന് കൈ ഉയർത്തിക്കേ. നിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, സത്യമായിട്ടാണ്. നല്ല സുന്ദരിയാ നീ കാണാൻ. ഒരു നല്ല ആമീൻ പറഞ്ഞേ. അവളെ അറിയത്തില്ല എനിക്ക് കാല് വയ്യാത്തൊരു കൊച്ച്. പക്ഷെ ഇന്ന് അങ്കിള് പറഞ്ഞോണ്ടിരിക്കുമ്പോൾ മോൾക്കൊരു അനുഭവം ഉണ്ടായി. പറയട്ടെ എന്താന്ന്? എന്നെ നോക്കടി. അങ്കിള് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ മോൾക്കൊരു അനുഭവം ഉണ്ടായി. എന്നാന്ന് പറയട്ടെ. ഞാൻ ആ ടാക്സിക്കാരൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ മോളുടെ തലയിൽ കൂടെ ഇങ്ങനെ കുളിര് വരുന്ന പോലെ തരിപ്പ് വന്നു. ശരിയാണോ? ആണോ ഇല്ലയോ? ആണെങ്കിൽ കൈ ഉയർത്തി കാണിച്ചേ. റൈറ്റ്. നിന്റെ കാലും വളഞ്ഞിരിക്കുന്നത് മാറ്റാൻ അത്രയും മതി കർത്താവിനെ. അവളുടെ 2 കാലും വളഞ്ഞായിരിക്കുന്നു, മുടന്തുള്ള കുഞ്ഞാ അവള്. ഇന്നു മുതൽ നിന്റെ കാലിന്റെ വളവിനകത്ത് ദൈവം ചിലത് ചെയ്യാൻ പോവുക. മുടന്തനെ സൗഖ്യമാക്കുന്ന കർത്താവ് നിന്നെ തൊടാൻ തുടങ്ങുക. സാധനങ്ങളെ, നമ്മുടെ പുറമേയുള്ള ഇന്ദ്രിയങ്ങളെ സെൻസിറ്റീവിലേക്ക് നമ്മൾ വളർച്ചയിൽ വന്നു. പക്ഷെ നമ്മുടെ അകത്തുള്ള ഇന്ദ്രിയങ്ങൾ എന്തിലേക്ക് വന്നിട്ടില്ല? സെൻസിറ്റീവ് അല്ല. അതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ പറ്റാത്തത്. എൻ്റെ പുറമേയുള്ള ഇന്ദ്രിയങ്ങളാണ് നമ്മളിൽ പ്രവർത്തിക്കുന്നത് കൂടുതൽ, അകമേയുള്ള ഇന്ദ്രിയങ്ങളല്ല. ഞാനിത് ആഴത്തിൽ പഠിപ്പിക്കത്തില്ല, തൊട്ടുപോകത്തേ ഉള്ളൂ. ഇപ്പൊ കർത്താവിലേക്ക് വരുമ്പോൾ എങ്ങനെയാ ദൈവം നമ്മുടെ അകത്തെ ഇന്ദ്രിയങ്ങളെ ഡെവലപ്പ് ചെയ്യുന്നേ? അതിനെയാ ദൈവം സ്വപ്നങ്ങളും ദർശനങ്ങളും തരുന്നത്. നമ്മുടെ അകത്തെ ഇന്ദ്രിയങ്ങൾ. ഓ ഹല്ലേലൂയ. നമ്മുടെ കണ്ണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ, നിങ്ങളുടെ വീട്ടിലെ ഒരു കുഞ്ഞ് ജനിച്ചാല് ആ കുഞ്ഞ് ആദ്യം അറ്റാച്ച്ഡ് ആവുന്നത് അമ്മയോടാണ്. അതിന് അമ്മയെ കണ്ടാൽ അറിയാം. ആര് ബഹളം ഉണ്ടാക്കിയാലും ഇയാള് വന്നിട്ട് അമ്മയൊന്ന് എടുത്തു കഴിയുമ്പോൾ ഡു എന്ന് പറയണ്ട, എടുക്കുമ്പോഴേ കരച്ചിൽ നിർത്തും. നമ്മളൊക്കെ ഡ്രൂന്നൊക്കെ വച്ചു നോക്കാനേ ഉള്ളൂ, ആ കരച്ചിൽ നിർത്തത്തില്ല. വേണമെങ്കിൽ 2 കുലുക്കൊക്കെ കുളിക്കുന്നവരനെ അല്ലേ? അങ്ങനെയല്ലേ? പിന്നീട് ആ വീട്ടിൽ ആ കുഞ്ഞിനെ ഏറ്റവും എടുക്കുന്ന ആള് അപ്പനായിരിക്കും, അല്ലെങ്കിൽ ഏറ്റവും അടുത്തയാൾ അപ്പനെന്ന് പറയാം നമുക്ക്. പിന്നെ ഏറ്റവും ആദ്യം സെൻസ് ചെയ്യുന്നത് ആരായിരിക്കും? അപ്പനെ ആയിരിക്കും. ആണെന്നോ അല്ലെന്നോ? അമ്മ എടുത്തില്ലെങ്കിൽ അപ്പ എടുത്താൽ മതി. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. ആ കുഞ്ഞ് അപ്പൻ്റെ കയ്യിലേക്കോ അമ്മയുടെ കയ്യിലേക്കോ വന്നാൽ അതിന് കംഫർട്ട് വരും, ഉറപ്പ് വരുവാണ്. അതാണ് കരച്ചിൽ നിർത്തുന്നേ. പക്ഷെ നിങ്ങൾ അറിയാവോ, ആ പ്രായത്തിൽ ആ കൊച്ചിനെ വേറൊരാൾ എടുത്തുകൊണ്ട് പോയാൽ അതേപോലെ ആ ആളുമായിട്ട് ആ കുഞ്ഞ് കമ്പനിയാവും. 5 വയസ്സ് വരെ ആ കുഞ്ഞിനെ അങ്ങനെ എടുത്തുകൊണ്ട് പോയാൽ ആരും അറിയത്തില്ല. പക്ഷേ 4 വയസ്സ് വരെ എടുത്തുകൊണ്ട് പോയാൽ അറിയത്തില്ല. പക്ഷെ 6 വയസ്സായാൽ അതിൻ്റെ അപ്പനെ അപ്പാന്നത് വിളിച്ചു കാണും. അവനെ അപ്പനെ കണ്ടാൽ അറിയാം അവനെ.
അപ്പ എന്ന് വിളിക്കാൻ അറിയാം. ആ ആളെ അത് തിരിച്ചറിയുന്ന വിധത്തിൽ എൻ്റെ കണ്ണുകൾ, അതിൻ്റെ മനസ്സ് അത് തിരിച്ചറിയാൻ തുടങ്ങി. 2 വയസ്സിൽ ആ കൊച്ചിനെ എടുത്തുകൊണ്ട് പോയാലും വേറെ അപ്പനാണെങ്കിലും താടിയുള്ള ആണെങ്കിലും ഒന്ന് നോക്കൂ. അത് ഒരു നല്ല ആമേൻ പറഞ്ഞേ. നിങ്ങൾക്ക് ഞാൻ പറയുന്ന ആശയം മനസ്സിലാകുന്നു? ശിശുത്വത്തിൽ നിന്നും എല്ലാം വളരണമെങ്കിൽ നമ്മുടെ കണ്ണുകൾ, സ്പിരിച്വൽ ഐസ്, നമ്മുടെ അകത്തെ ആത്മാനുഭവങ്ങൾ, അതിൽ വളർച്ചയുണ്ടാകണം. നമ്മൾ എങ്ങനെയാണോ ശാരീരികമായി വളരുന്ന സെയിം വേ നമ്മൾ വളർച്ചയുണ്ടാകണം. അതിനാണ് ദൈവം ദർശനങ്ങളും സ്വപ്നങ്ങളും തരുന്നത്. നമ്മുടെ പ്രശ്നം എന്നാണെന്നറിയോ സഹോദരങ്ങളെ? നമ്മൾ ഇനി പറയുന്ന നല്ല സന്തോഷത്തോടെ കേൾക്കണേ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്തോ കണ്ടു? ഞാനൊരു വലിയ മരം കണ്ടു ബ്രദറെ. മരം പറയുമ്പോഴേ അത്ര ഇൻട്രസ്റ്റ് ഒന്നുമില്ല. വലിയ മരമാണ് ബ്രദറെ, വലിയ മരം. രാത്രി കിടക്കുമ്പോൾ ഒരു സ്വപ്നം കണ്ടു, ഒരു മരമാകണ്ടേ. എന്തൊക്കെയോ കുറെ മരം കണ്ടു. അതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് വല്ല വികാരവും വരുമോ? നിങ്ങളൊന്നും മിണ്ടാത്തെ? അതിന് പകരം ജോൺ ദാരു ബ്രദർ ഇന്ന് ബസ്സിൽ യാത്ര ചെയ്യുന്നു എന്ന് എഴുതി കാണിച്ചു വിചാരിക്കുക, വികാരമെല്ലാം തനിയെ വരും. അപ്പൊ വിളിച്ചു ചോദിക്കാൻ തോന്നുന്നു, ബ്രദറെ ഞാനൊരു സ്വപ്നം കണ്ടു, ഒരു വെളിപ്പാട് കൊണ്ട് ബ്രദർ ഇങ്ങനെ ബസ്സിലിരുന്ന് യാത്ര ചെയ്യുന്നു. വ്യത്യാസം വരും. പക്ഷെ മരം കണ്ടാൽ നമ്മുടെ തലയിൽ എന്ത് വരത്തില്ല? ഒരു മരവേ കണ്ടുള്ളൂ. നിങ്ങളൊന്നും വേണ്ടാതെ. പക്ഷെ ഞാൻ വളരെ വലിയൊരു കാര്യത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നേ. ശ്രദ്ധിച്ചു കേൾക്കണം കേട്ടോ. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ യെരമ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായം അതിന് 11-12 വാക്യങ്ങൾ? യെരമ്യാവ് ആരാന്നറിയോ? ബൈബിളിലെ പുസ്തകങ്ങൾ എഴുതിയ ആളാണ്. യെരമ്യാവിന്റെ പ്രവചനങ്ങൾ, വിലാപങ്ങൾ, ഇതൊക്കെ എഴുതിയ യെരമ്യാവാണ്. ആ യെരമ്യാവ് ആദ്യം കണ്ട ദർശനം അറിയാം നിങ്ങൾക്ക്? ഒരു ബദാമിന്റെ കൊമ്പ്. എന്നാ നമ്മൾ കണ്ടത് മരമെങ്കിലോ, പുള്ളി കണ്ട ആകടി ഇഷ്ടം പോലെ കമ്പ്. നിങ്ങൾ ആരെങ്കിലുമാണ് ആ കൊമ്പ് കണ്ടതെങ്കിൽ നിങ്ങൾ ആരെങ്കിലും അതിനെ സീരിയസ് ആയി കാണുമോ ഇല്ലയോ? നിങ്ങൾ എന്നൊന്നും വേണ്ടാത്തെ? ഉറങ്ങുകയാണോ? ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുകയാണോ? ഞാൻ ആത്മാർത്ഥം ചോദിക്കാം, നിങ്ങൾ ആരെങ്കിലും ഒരു മരത്തിന്റെ കൊമ്പ് പ്രാർത്ഥിക്കുമ്പോൾ കണ്ടു? ഏതെങ്കിലും ആളുകൾ അതെന്താന്ന് ചോദിക്കുവോ? ഇനി ഞാൻ പറയുന്ന വാചകം ശ്രദ്ധയോടെ ഹൃദയത്തിൽ നിന്ന് ഗൗരവത്തോടെ കേൾക്കണം. ഇതിനെ ഗൗരവമാക്കി ആരെടുക്കുന്നുവോ അടുത്ത ആഴ്ച മുതൽ അവരുടെ സ്പിരിച്വൽ നിലവാരം, ഈ സമയം മുതൽ അവരുടെ സ്പിരിച്വൽ നിലവാരം മാറും. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നഴ്സറിയിൽ വിട്ടപ്പോഴേ, നഴ്സറി ചില പുസ്തകങ്ങളുണ്ട്. ആപ്പിളിന്റെ ചിത്രം കാണിച്ചിട്ടുണ്ട്, പഴത്തിന്റെ ചിത്രം കാണിച്ചിട്ടുണ്ട്. എന്നിട്ട് പറയും ആപ്പിൾ 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 ആപ്പിൾ. ആ കൊച്ചെന്താ പറയും? വല്ലതും മനസ്സിലായിട്ടാണോ ആപ്പിൾ എന്ന് തിരിച്ചു പറയുന്നത്? ആ ചിത്രം, അതിൻ്റെ കണ്ണ്, അതിൻ്റെ മനസ്സ്, അതിൻ്റെ ചെവി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായി ഉപയോഗിക്കപ്പെട്ടു. പഴം 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 പഴം, ഗ്ലാസ് ഗ്ലാസ്, സൂര്യൻ. കൊച്ചിത് കണ്ടോണ്ട് സൂര്യൻ, അതിന് കാര്യങ്ങളൊന്നും അറിയത്തില്ല, പക്ഷേ അത് കമ്മ്യൂണിക്കേഷൻ ആരംഭിക്കുക. കുറച്ച് കഴിഞ്ഞിട്ട് ആ കൊച്ചിനെ ആയിട്ട് ഞാൻ പോകുമ്പോൾ മോളെ ആപ്പിൾ, ആ കൊച്ചു തരാ ആപ്പാ പോന്നൊക്കെല്ലാം പറയുന്നേ, പക്ഷെ അത് തിരിച്ച് റെസ്പോണ്ട് ചെയ്യും. അതിന് ആപ്പിൾ കണ്ടാൽ മനസ്സിലാകും. കുറച്ചും കൂടെ കഴിഞ്ഞാൽ അത് തിന്നാനുള്ളതാന്ന് മനസ്സിലാകും. ചിലപ്പോൾ ആപ്പിൾ തിന്നു കാണും, പക്ഷെ വളരുന്നതനുസരിച്ച് അതിൻ്റെ ചിത്രം കണ്ടാൽ അതിന് മനസ്സിലാകും, അതിൻ്റെ ഉപയോഗം മനസ്സിലാകും. കുറച്ചും കൂടെ വളർന്ന അതിൻ്റെ വിറ്റാമിൻ മനസ്സിലാകും. ഞാൻ പറയുന്ന സ്റ്റേറ്റ്മെന്റ് നിങ്ങളുടെ മനസ്സിന്ന് ഒരിക്കലും പോകല്ലേ. നിങ്ങൾ വളരുന്നു എന്ന് എനിക്ക് നല്ല ഉറപ്പാണ്, നിങ്ങളെ വളർത്തുന്നു എന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. ഞാൻ ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് നിങ്ങളുടെ മനസ്സിൽ മാറരുത്. ദൈവം നിങ്ങൾക്കൊരു ദർശനം തരുമ്പോൾ ചിലപ്പോൾ ഒരു കമ്പായിരിക്കും കാണുന്നേ, പക്ഷേ ദൈവം ആഗ്രഹിക്കുന്നത്, അടുത്തിരിക്കുന്ന ആളെ ദേഹത്ത് തട്ടിയിട്ട് പറ, ദൈവം ആഗ്രഹിക്കുന്നത്, He want to start a new communication, a conversation from there.
അവിടെ നിന്ന് ഒരു കോൺവെർസേഷൻ, ഒരു സംസാരത്തെ ലിഫ്റ്റ് ചെയ്യാനാണ് എൻ്റെ ദൈവം നിനക്ക് ആ ചിത്രം തന്നത്. ഓ, നിങ്ങളെന്താ ആഘോഷിക്കാത്തത്? പക്ഷേ നിങ്ങൾ കണ്ടിട്ട് ചെയ്തത് ഇതെന്ത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കമ്മ്യൂണിക്കേഷന് വേണ്ടി ദൈവം ശ്രമിച്ചത്. കൊച്ചിനെ ആപ്പിൾ കാണിച്ചു കൊടുക്കുക ദൈവം, അല്ല ഞാന് മോളെ ഇതെന്താണ് ആപ്പിൾ, ആപ്പിൾ. കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുക. ഇനി ഞാൻ ശ്രദ്ധിച്ച് പറയുന്നത് കേൾക്കണേ. നിങ്ങൾ ആരെങ്കിലും ഒരു കുഞ്ഞിനെ 1 വയസ്സ് കുഞ്ഞായിരിക്കുന്നു മുതലേ ഒരു വാക്കും പറയാതെ ഒരു 20 വയസ്സ് വരെ ഒരു റൂമിനകത്തിട്ട് വളർത്തിയെന്ന് വിചാരിക്കുക. ഒരു വാക്കും പറയാതെ. അതിന് വർത്തമാനം പറയാൻ പറ്റുമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? Are you listening or not? ഒരു കുഞ്ഞിനെ എന്ത് ചെയ്യണം? ഒരു വർത്തമാനം ആരും പറയുന്നില്ല, ഒരു മുറിക്ക് അത് അടച്ചതിനെ വളർത്തുക, ആഹാരം കൊടുക്കുന്നുണ്ട്, മിണ്ടുന്നില്ല. അതിനെന്തറിയായിരിക്കുന്നറിയോ? എന്നൊക്കെ സൗണ്ട് ഉണ്ടാക്കാൻ അറിയാം, സൗണ്ട് ഉണ്ടാക്കാൻ അറിയാം. കാരണം അത് ജനിക്കുമ്പോഴേ ഉണ്ടാവുന്ന സൗണ്ട് അത് ഉണ്ടായിക്കൊണ്ടിരിക്കും. പക്ഷെ അതിന് വർത്തമാനം പറയാൻ അറിയത്തില്ല. അമ്മ എന്ന് പറഞ്ഞു കൊടുത്തത് കൊണ്ടാണ് അത് അമ്മ എന്ന് പറയാൻ തുടങ്ങി. എന്താ ഇംഗ്ലീഷുകാരുടെ കൊച്ച് അമ്മ എന്ന് പറയാത്തെ? എന്താ ചൈനീസിന്റെ കൊച്ച് അമ്മ എന്ന് പറയാത്തെ? കാരണം അത് കേട്ട ലാംഗ്വേജ് അത് പഠിക്കുന്നേ. ശ്രദ്ധിക്കൂ, ദൈവത്തിന്റെ ഭാഷയാണ് ദർശനങ്ങൾ. നിങ്ങളെ 2 ഇടി ഇടിക്കണമെന്ന് എനിക്ക് തോന്നുന്നത് അതിനങ്ങാതിരിക്കുന്ന കണ്ടിട്ട്. God is trying to communicate to you His language. സംതിങ് നിങ്ങളുടെ മേളിൽ വരുന്നതായിട്ട് നിങ്ങൾക്ക് വല്ല മനസ്സിലാവുന്നുണ്ടോ എനിക്കറിയത്തില്ല. നിങ്ങളുടെ അകത്തെ കണ്ണുകൾ ഇന്നു മുതൽ ചിലത് കാണും, ഡൗട്ടേ ഇല്ല. നിങ്ങൾ അവിടേക്ക് കയറുക, ഡൗട്ടേ ഇല്ല. You are getting to another spiritual realm. Come on, shout amen. Thank you. Yes. ഒരു കുഞ്ഞിനെ ശബ്ദം കേൾപ്പിക്കാതെ അടച്ചു വളർത്തിയാൽ അതിനെ പിന്നീട് ഭാഷകൾ പഠിപ്പിച്ച് പ്രായമുള്ള പക്വതയുള്ള കാര്യങ്ങൾ അറിയുന്ന ഒരാളാക്കി മാറ്റാൻ എത്ര പാടുപെടുന്നുവോ അതാണ് നിങ്ങളുടെ സ്ഥിതി ഇപ്പോഴത്തെ. The same situation. നിങ്ങൾക്ക് സ്പിരിച്വൽ ലാംഗ്വേജ് അറിയത്തില്ല. ദൈവം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയാണ് ചിത്രങ്ങൾ. മനുഷ്യൻ അത് കണ്ടിട്ടാണ് ചിത്രങ്ങൾ ഉണ്ടാക്കിയത്. ദൈവം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയാണ് ചിത്രങ്ങൾ. ആ ചിത്രങ്ങളാണ് വിഷനുകൾ, റെവലേഷനുകൾ, ഇമാജിനേഷനുകൾ, ഇൻസ്പിറേഷനുകൾ. അതെല്ലാം ദൈവം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ചിത്രങ്ങളാണ്. അങ്ങനെയാ അവ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നേ. ഞാൻ ആ കൊമ്പ് കണ്ടപ്പോ കർത്താവിനോട് ചോദിക്കണം, കർത്താവേ എന്താ ഈ കൊമ്പ്? അപ്പൊ ചിലപ്പോ ഉത്തരം നമുക്ക് ആ സമയത്ത് ചെവി കേൾക്കാനോ മനസ്സിൽ തോക്കാനോ കിട്ടിയില്ല. പക്ഷേ അടുത്തൊരു ദർശനം വരും. ഒരു നല്ല ആമേൻ പറയാവോ? പെട്ടെന്നൊരു വാക്യം ഓർമ്മ വരാം. യേശു മുന്തിരിച്ചെടിയും ഞാനതിന്റെ ശാഖകളുമാണ്. ഒരു വാക്യം ഓർമ്മ വരാം. ദാറ്റ് ഈസ് കമ്മ്യൂണിക്കേറ്റ്. കർത്താവ് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവോ? ഞാൻ തിരിച്ചു മറുപടി പറഞ്ഞാൽ അടുത്ത ആൻസർ വരും. നിങ്ങൾ ഇരിക്കുന്നത് എങ്ങനെയാന്ന് എനിക്ക് അറിയത്തില്ല. Come on, shout hallelujah. നിങ്ങൾക്ക് വേണ്ടവർ സ്വീകരിച്ചോണം. നിങ്ങളുടെ തലയിൽ ഒന്ന് കൈവച്ചോ. ലോർഡ്, ഒരു പ്രാവചനിക ശബ്ദത്തിൽ നിന്നുകൊണ്ട്, പ്രവാചകൻ എന്ന അധികാരത്തിൽ നിന്നുകൊണ്ട് ഇവരുടെ ദൈവശബ്ദം കേൾക്കുന്ന ആ ആത്മാനുഭവത്തെ ഞാൻ അൺലോക്ക് ചെയ്യുകയാണ്, അതിനെ തുറക്കുകയാണ്. ഇന്നു മുതൽ ഇവരെ കേൾക്കാൻ തുടങ്ങട്ടെ. ഒന്ന് കൈയടിച്ചൊരു ആമേൻ പറ. ഇന്നു മുതൽ നിങ്ങൾ ചിലത് കേൾക്കാൻ തുടങ്ങും.
ഞാനൊരു പ്രവാചക ഓഫീസിൽ നിന്നുകൊണ്ട് നിങ്ങളോട് ദൂതറിയിക്കുക, ഇന്നു മുതൽ നിങ്ങൾ ചിലത് തുറന്നിടും. Come on. Come on. ചേർന്ന് ഹല്ലേലൂയ പറ. Come on. എന്ന് പറഞ്ഞാൽ നീ ആ കൊമ്പ് കാണുമ്പോ സ്വർഗത്തിൽ ഒരു ആത്മീയ പോർട്ടൽ തുറക്കുകയാ. എന്ന് പറഞ്ഞ ദൈവവും നീയും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷന്റെ ഒരു വാതിൽ തുറന്ന ദിവസമാണ് ആ കണ്ട ദിവസം. അത് ചെറുതല്ല. ഓ, ആരാധിക്കുന്നവർ ആരാധിച്ചേ. എനിക്ക് കുറച്ചു നേരം ആരാധിക്കാനാ തോന്നുന്നത്. യേശുവേ എന്ന് വിളിച്ചേ. യൂട്യൂബിൽ എന്നെ കാണുന്ന ആളുകൾ, receive your miracle, receive your prophetic word, receive it now. ഇന്നു മുതൽ ആ പോർട്ടൽ തുറന്നു വരും. 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 നിങ്ങൾ എത്ര നിസാരമായിട്ടാണ് ഞാൻ ഒരു കമ്പ് കണ്ടു, ഒരു ചെടി കണ്ടു എന്ന് പറഞ്ഞെന്നറിയോ? പക്ഷെ സ്വർഗം തൻ്റെ ശിശുവിനെ ഒരു ആപ്പിളിന്റെ ചിത്രം കാണിക്കുകയായിരുന്നു. ആപ്പിൾ എന്ന് സ്വർഗം പറഞ്ഞു തരാൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലായത്, ഞാൻ അങ്ങേരെ പോലെ കണ്ടില്ലല്ലോ, അങ്ങേരെ പോലെ വിളിച്ചില്ലല്ലോ, ജോൺ ബ്രദർ ആണെങ്കിൽ ഇങ്ങനൊരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞേനല്ലോ, ഞാൻ അങ്ങനെ കണ്ടില്ലല്ലോ. ഏതെങ്കിലും ശിശു വാ തുറന്നിട്ട് ജോൺ ദാരു എന്ന് പേര് വിളിക്കാറുണ്ടോ? ഒരുപക്ഷെ അങ്ങനെ ചില ആളുകളുടെ മേൽ ദൈവം വരങ്ങൾ നൽകാം. വരങ്ങൾ നൽകുന്നത് ദൈവത്തിന്റെ കൃപയാ. അങ്ങനെ ചില ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. പക്ഷേ ഞാൻ പഠിപ്പിക്കുന്നത് എല്ലാവർക്കും കാണാൻ കഴിയുന്ന, എല്ലാവർക്കും കയറി ചെല്ലാൻ പറ്റുന്ന ഒരു ആത്മസ്ഥലത്തേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. ഇന്നു മുതൽ നിങ്ങൾ ദർശനങ്ങൾ കാണും. ഇന്നു മുതൽ നിങ്ങൾ പ്രവചനങ്ങൾ കേൾക്കും. ഇന്നു മുതൽ നിങ്ങൾ ദൈവശബ്ദം കേൾക്കും. ഈ ദിവസം നിങ്ങളുടെ മാറ്റിമറിച്ച ദിവസമായിരിക്കും. ഇന്നു മുതൽ നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആകും. ഇന്നു മുതൽ നിങ്ങളുടെ ലൈഫിൽ പുതിയ വാതിലുകൾ തുറക്കും. സ്പിരിച്വലായ ഓപ്പണിംഗ് ഉണ്ടാകും. Come on, കൈ അടിച്ചൊരു ആമേൻ പറ. ശബ്ദം ഉയർത്തി ഹല്ലേലൂയ പറ. റബലക റബലക സലബറകല. Are you listening? Yes. അപ്പോ ഞാൻ കണ്ട കൊമ്പ് ഒരു ശിശുവിനെ സ്വന്തം അപ്പ, സ്വന്തം അമ്മ സംസാരിക്കാനുള്ള വാക്കുകൾ പഠിപ്പിക്കുകയായിരുന്നു. ഞാൻ എൻ്റെ ഹാർട്ട് എന്ന് പറയുമോ, ഞാനിത് മറ്റൊരാളും ഇങ്ങനെ പഠിപ്പിക്കുന്നത് കേട്ടിട്ടില്ല. പക്ഷെ when I was with God, കർത്താവ് എന്നോട് ഇങ്ങനെ പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നുമോ, സ്വർഗത്തിന് എത്ര ആഗ്രഹമുണ്ട് നിങ്ങൾക്ക് കാണുന്ന ദർശനങ്ങൾ ഈ വിധത്തിൽ ആണ് എന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ. എല്ലാവരും പറഞ്ഞ്, ദൈവത്തിന്റെ ലാംഗ്വേജുകളാണ് ദർശനങ്ങൾ. എന്ത് പറയുക? ഭാഷ പഠിപ്പിക്കുക. നിങ്ങൾ അടുത്ത അറിയാമെന്ന്, യെരമ്യാവ് അടുത്ത എന്താ കണ്ടതെന്ന് യെരമ്യാവിനോട് ചോദിച്ചു, നീ ഇനി അടുത്തത് എന്താ കാണുന്നേ? അവൻ പറഞ്ഞു, ഞാനൊരു കല ഇരുന്ന് തിളയ്ക്കുന്ന കാണുന്നു. നമ്മളാണെങ്കിൽ പറഞ്ഞതിന് ശരിയാ, ഇന്നലെ രാത്രിയിൽ പാല് തിളച്ചു പോയായിരുന്നു, അതാ ഇപ്പൊ കാണുന്നേ. കണ്ണടച്ചപ്പോഴേ കണ്ട് പാല് തിളച്ചു പോകുന്നു. ഇന്നലെ ഞാൻ അരി ഇട്ടപ്പോൾ കുറച്ച് വെള്ളം പോയി ചാടിയായിരുന്നു, അതേപോലെ തിളയ്ക്കുന്ന കാണുന്നേ. അരിയുടെ പാത്രം കിടുകിടുക്കിടാന്ന് അടിക്കുന്നേ. യെരമ്യാവ് കണ്ടത് കോംപ്ലിക്കേറ്റഡ് ആയ വലിയ കാര്യമല്ല. പുതിയ നിയമത്തിന്റെ സകല രഹസ്യങ്ങളും ശക്തമായി വിളിച്ചു പറഞ്ഞ യെരമ്യാവ് കണ്ടത് ആദ്യം ഒരു കൊമ്പും ആദ്യം ഒരു കലവും. പക്ഷേ അതോടുകൂടെ ആ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഡെവലപ്ഡ് ആയി. രണ്ടാമത്തെ ദർശനത്തിനകത്ത് അവനൊരു അനുഭവം ഉണ്ടായി. അത് വടക്ക് ഭാഗത്താണ്
കാണുന്നതെന്ന് മനസ്സിലായി. തോന്നുവാ ദർശനം കാണുമ്പോ അത് വടക്കിരിക്കുന്നു തെക്കിരിക്കുന്നു നമുക്ക് മനസ്സിലാവത്തില്ല. പക്ഷെ അവന് തോന്നുവാ അത് വടക്കാണെന്ന് തോന്നുവാ. എല്ലാരും പറ. ദർശനം കാണുമ്പോ നിങ്ങളുടെ തോന്നലുകൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. ചില ആളുകളൊക്കെ പേപ്പറിൽ എഴുതി വെച്ചേക്കുക, തീപ്പെട്ടി കണ്ടു, മാങ്ങ കണ്ടു, ചക്ക കണ്ടു, കോഴി കണ്ടു, താറാവ് കണ്ടു, മിഠായി കണ്ടു. എഴുതി വെച്ചോ. നിങ്ങൾ കണ്ടതൊക്കെ ശരിയാണ്. പക്ഷെ ആദ്യം കണ്ടപ്പോൾ നിങ്ങൾ ദൈവത്തോട് എന്ത് ചോദിക്കണമായിരുന്നു? കർത്താവേ, എന്താ ഈ ചക്ക എൻ്റെ തലയിൽ എങ്ങാനും വീഴാനുള്ളതാണോ? കളിയാക്കിയതല്ലെന്നേ, സീരിയസ്ലി. എന്താ ഈ ചക്ക? അപ്പൊ കർത്താവിന് പറയും, പെട്ടെന്ന് ഇങ്ങനെ തോന്നുവാ, ചക്കയ്ക്കകത്തുള്ളതുപോലെ ചൊളകൾ മറ്റൊരു ഫ്രൂട്ടിലും ഇല്ല. ഇത്ര വലിയ ഫ്രൂട്ടായാലേ ഇത്. ഫോളോയിങ് മീ? ഓ, ഇത്രയും വലിയ ഫലമുള്ള ആളായി എന്നെ അപ്പൊ ദൈവം മാറ്റാൻ പോവാണല്ലേ. സോ സിമ്പിൾ. മനസ്സിലാവുന്നു? പക്ഷെ ചക്ക ചക്ക എന്തോന്ന് ചക്ക? ആര് ചക്ക? ഏത് ചക്ക? ആരുടെ വീട്ടിലെ ചക്ക? അങ്ങനെയല്ല. ആ ചക്കയോട് സംസാരിക്കണം. സത്യത്തിൽ ഇത് കാണുമ്പോൾ വാതിലടച്ചിട്ടേ സംസാരിക്കാവൂ, അല്ലെങ്കിൽ ആളുകൾ പറയും വട്ടാന്ന് ഉറപ്പാണ്. ചക്ക കാണുമ്പോൾ എന്തിനോട് സംസാരിക്കണം? ചക്കയോട് സംസാരിക്കണം. പറ. ചക്കയോട് സംസാരിക്കണം. അടുത്തിരിക്കുന്ന ആൾ വിചാരിക്കും, എൻ്റെ ദൈവമേ, എന്തോന്ന് ചക്ക, ഇവിടെ എന്തോ ഈ പറയുന്നേ. അങ്ങനെ പറയാം. നമ്മൾ എന്താകാൻ വേണ്ടി ഇരിക്കാന്നറിയോ? ഞാൻ എൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പ്രാർത്ഥിക്കുക. എന്നെ അതിൽ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് കർത്താവ്. എനിക്ക് കിട്ടിയതല്ല ഇവിടെ ഒന്ന് വിളമ്പുവാ ഞാൻ ചെയ്യുന്നേ. ഏറ്റവും ലോവർ സ്റ്റാൻഡേർഡിൽ മാത്രമേ ഉള്ളൂ. എനിക്ക് ലഭിക്കുന്ന ആ ബോധ്യത്തിൽ നിങ്ങളോട് പങ്കുവെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. കാരണം നിങ്ങൾ ആ സ്ഥലത്ത് എത്തിയില്ല. നിങ്ങളുടെ സ്റ്റാൻഡേർഡിലേക്ക് ഞാൻ ഡൈല്യൂട്ട് ചെയ്തതാ ഇത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് തോന്നില്ലേ എനിക്കും എത്തിപ്പിടിക്കാൻ പറ്റുമെന്ന്? നിങ്ങളുടെ കയ്യടി കേട്ടാലും കൊള്ളാം. എനിക്കും ചേർന്ന് ചെല്ലാൻ പറ്റും. ഞാൻ അവിടെ എത്തുമെന്ന് തോന്നുന്നവരെന്ന് കൈയടിച്ച് അവരെന്ന് പറഞ്ഞേ ഹല്ലേലൂയ. പ്രവാചകന്മാർ എഴുന്നേൽക്കട്ടെ, സുശേഷകർ എഴുന്നേൽക്കട്ടെ, പ്രവാചകന്മാർ എഴുന്നേൽക്കട്ടെ. ഓ, കടലിരമ്പുന്നത് പോലൊരു ശബ്ദം കേൾക്കാം. അത് പ്രവചനത്തിന്റെ ശബ്ദമാണ്, ദർശനത്തിന്റെ ശബ്ദമാണ്. ഒരാളൊരു സ്വപ്നം കണ്ടു. 37-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങൾ. നമ്മളെല്ലാവരും കൂടെ കറ്റ കെട്ടുകയായിരുന്നു എന്ന് പറഞ്ഞ കുറച്ച് നെല്ലെടുത്ത് അതിനെ ചുറ്റി ഒരു കറ്റയാക്കി. പക്ഷെ എൻ്റെ കറ്റ ഇങ്ങനെ നിവർന്നു നിന്നു. ഞാനാണെങ്കിൽ പറഞ്ഞേനെ, ഇന്നലത്തെ കാർട്ടൂണിന്റെ ചിത്രം കണ്ടത് തലേ കയറി. എന്താണ് പറഞ്ഞേനെ? ടോം ആൻഡ് ജെറി തലേ കയറി തന്നെ. നിങ്ങൾ ആരെങ്കിലും എൻ്റെ കൂടെ ഉണ്ടോ? കാർട്ടൂൺ സിനിമ പോലെ ഇരിക്കും. കണ്ടോ? നെല്ലുകളെല്ലാം കൂടെ കറ്റ എങ്ങനെ എഴുന്നേറ്റ് വെക്കുന്നു, ബാക്കി കറ്റ എല്ലാം സെല്യൂട്ട് ചെയ്യുന്നു. എനിക്ക് കുനിയാൻ വയ്യ, തല കുനിയുന്നു. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഇത് കണ്ടാൽ നിങ്ങൾ ആരെങ്കിലും ഗൗരവമായി കാണുമോ? നിങ്ങളുടെ കാറ്റ എഴുന്നേറ്റ് നിൽക്കുന്ന കണ്ടാൽ നിങ്ങൾ ആരെങ്കിലും അതിനെ ഗൗരവമായി കാണുമോ? പക്ഷേ ഇസ്രായേലിന്റെ സമ്പദ് വ്യവസ്ഥയെ നിയന്ത്രിക്കാനുള്ള രാജാവ് ആ സ്വപ്നത്തിൽ നിന്ന് എഴുന്നേറ്റ്. ഓ, ലവ് യു ലോർഡ്. എന്നോട് സ്വർഗം പറഞ്ഞു, ജോണേ, ഞാൻ നിന്റെ ജനത്തോട് സംസാരിക്കാഞ്ഞിട്ടല്ലടാ, ഞാൻ എൻ്റെ ജനത്തിനോട് സംസാരിക്കാഞ്ഞിട്ടല്ല, അവർക്ക് ഞാൻ സംസാരിക്കുന്ന ലാംഗ്വേജ് അറിയത്തില്ല. സങ്കടത്തോടെ പറയുന്നേ കേട്ടോ, നിങ്ങൾക്ക് അവൻ്റെ ലാംഗ്വേജ് അറിയത്തില്ല, ഭാഷ അറിയത്തില്ല. ഞാനിപ്പോൾ ചെയ്യുന്നത് നിങ്ങളെ തറ പറ പഠിപ്പിക്കുകയാണ്, ലാംഗ്വേജ് പഠിപ്പിക്കുകയാണ്. നിങ്ങൾ ആ ലാംഗ്വേജിലേക്ക് വളരാൻ തുടങ്ങിയാൽ, നിങ്ങൾ ശിശുത്വം വിട്ടോ
ശിശുത്വം വിട്ട് മച്യൂരിറ്റിയിലേക്ക് വളരാൻ തുടങ്ങും. Amen. നിങ്ങളിൽ എന്തോ സംഭവിക്കുന്നു തോന്നുന്നു കൈയടിച്ചൊരു ആമേൻ പറഞ്ഞേ. Amen. അസാധാരണമായി എന്തോ നടക്കുന്നു തോന്നുന്നു കൈയടിച്ചൊരു ആമേൻ പറഞ്ഞേ. Hallelujah. സഹോദരന്മാരെ, നിങ്ങളോടെല്ലാം ദൈവം സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മള് തറയും പറയും പഠിക്കാൻ ഇഷ്ടമല്ല, എഴുത്തും വായനയും പഠിക്കാൻ ഇഷ്ടമല്ല. പക്ഷേ കോളേജ് ലെക്ചറാകാനാണ് പ്രാർത്ഥിക്കുന്നത്. എഴുത്തും വായനയും പഠിക്കാതെ നിനക്ക് കോളേജ് ലെക്ചറാകാൻ ഒക്കത്തില്ല. അല്ല എങ്കിൽ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ആകണം. Yes. ആ ഗിഫ്റ്റുകൾ ദൈവം തരട്ടെ, Shahalo. അങ്ങനെ ദൈവം ചെയ്യട്ടെ. താങ്ക് ഗോഡ്. Yes, yes. പക്ഷെ അല്ലെങ്കിലും എഴുത്തും വായനയും പഠിച്ചിട്ട് എനിക്ക് അവിടെ എത്താം. Amen. Yes. Love you, Jesus. Love you, Jesus. Thank you. ഇന്നു മുതൽ കാണുന്ന സ്വപ്നങ്ങളെ സംസാരിക്കണം. Yes. ഇതിനെ കെയർലെസ് ആയി കാണില്ലേ, Yes. വാല്യൂ കൊടുക്കണം. Amen. കണ്ടതിനോടൊപ്പം ഇരിക്കണം. Yes. എന്നിട്ട് ചോദിക്കണം, അപ്പാ ഇതെന്താ അപ്പാ? Shababa. എന്നെ അടുത്ത് ചോദിക്കാൻ വരല്ലേ, സ്വയം ചോദിക്കണം. Yes. കഴിഞ്ഞ ദിവസം എന്തോ പ്രിൻസി കണ്ട സ്വപ്നം അവൾക്ക് വ്യാഖ്യാനിക്കാൻ പറ്റത്തില്ല, കുറച്ച് കട്ടിയുള്ള കാര്യമോ. പക്ഷെ അവൾക്ക് അങ്ങനെ കാണിച്ചു കൊടുത്തത്, അവൾക്ക് മനസ്സിലാക്കി കൊടുത്തതിന് ഉദ്ദേശങ്ങളുണ്ട്. ദാറ്റ് മീൻസ് അവളെ അടുത്ത ലെവലിലേക്ക്, ആ കമ്മ്യൂണിക്കേഷൻ ലെവലിലേക്ക് ദൈവം ഉയർത്തുക, Shano. ഗ്രാജുവേറ്റഡ് ആവുക. Shamo. സ്വപ്നങ്ങളുടെ ദൈർഘ്യം കൂടും, ആശയങ്ങൾ കൂടും. അതാണ് കമ്മ്യൂണിക്കേഷൻ്റെ സ്കിൽ വളരുന്നതിൻ്റെ കാര്യം. പക്ഷെ അതിനോടൊപ്പം ഇരിക്കണം. ഞാൻ പ്രിൻസ് കഴിഞ്ഞ ദിവസം അയച്ചതിന് മറുപടി അയച്ചില്ല. ഞാൻ പറഞ്ഞു കാണുമ്പോൾ സംസാരിക്കാമെന്ന്. എന്താ സംസാരിക്കാൻ പോകുന്നത് എനിക്കെല്ലാം അറിയാം കേട്ടോ. ഇന്ന് അവൾ പോയി ഈ എക്സാം എഴുതണം. എന്താ കർത്താവ് ഏത്, എനിക്ക് മനസ്സിലായില്ലല്ലോ, എന്താ കർത്താവ് ഏത്. അല്ലെങ്കിൽ പ്രിൻസി ശുശ്രൂഷയിലേക്ക് വളരത്തില്ല. അത് മനസ്സിലായതുമായി എൻ്റെ അടുത്ത് വരണം. എനിക്ക് ഇങ്ങനെ മനസ്സിലായി, ശരിയാണോ? then I will help her. മനസ്സിലാകുന്നവരെ ചോദിക്കണം. അതാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ. Yes. Yes. കൈയടിക്കേ. Yes. Thank you. പ്രയോജനപ്പെടുന്നുണ്ടായിരുന്നോ? Amen. നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടായിരുന്നോ? Yes. ഇന്ന് ദർശനം കാണാൻ ഇരിക്കുവോ? Yes. സ്വപ്നങ്ങൾ കാണാൻ വേണ്ടി പ്രാർത്ഥിക്കുവോ? Yes. സ്വപ്നങ്ങൾ തന്നെ 8 വിധമുണ്ട്. ആ സ്വപ്നങ്ങളിൽ തന്നെ 8 വിധങ്ങളിൽ ഒരു സ്വപ്നം ഒരു ഡിപ്പാർട്ട്മെന്റ് അക്ഷരങ്ങൾ കാണിക്കുന്നതും സിംബലുകൾ കാണിക്കുന്നതും ഒക്കെയാണ്. അത് വ്യത്യസ്തമായ ഒരു ഡിപ്പാർട്ട്മെന്റ്. അത് തന്നെ ആഴത്തിൽ നമ്മൾ പഠിച്ചേ ഒക്കത്തുള്ളൂ. ഒരു കല്ല് കണ്ടു, ഒരു മരം കണ്ടു, ഒരു സൂര്യനെ കണ്ടു, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം കാണുന്ന സ്വപ്നക്കാരുണ്ട്. അതും വില കുറഞ്ഞതല്ല, വാല്യുബിളാണ്. കണ്ണുകളടയ്ക്കാൻ എല്ലാവരും എഴുന്നേറ്റ് എന്ന് പറഞ്ഞ്, കർത്താവേ, സത്യത്തിൽ ഇമ്പാർട്ടേഷൻ നടന്നിട്ടുണ്ട് കേട്ടോ. സത്യത്തിൽ നിങ്ങളുടെ അകത്തൊരു അസാധാരണമായ ഒരു ഇമ്പാർട്ടേഷൻ നടന്നിട്ടുണ്ട്. എങ്കിലും ആ വലത്തെ കാര്യം ഒന്ന് ഉയർത്തിക്കേ. എന്നിട്ട് പറഞ്ഞ, കർത്താവേ, താങ്ക് യു, നീ ഞങ്ങളോട് സംസാരിച്ചതിന് താങ്ക് യു ജീസസ്. അസാധാരണമായി എന്തൊക്കെയോ ചെയ്യാൻ പോകുന്നു. ബ്രദറെ, എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് ദർശനങ്ങൾ കാണാൻ. അങ്ങനെ ആഗ്രഹിക്കുന്നിരുന്ന കാര്യങ്ങൾ ഉയർത്തിക്കേ. ഫാദർ, ഞാൻ ഈ ജനത്തിനായി പ്രാർത്ഥിക്കുന്നപ്പാ. നിന്റെ ഭാഷയാണല്ലോ ദർശനങ്ങളും സ്വപ്നങ്ങളും. പക്ഷേ അത് ഗ്രഹിക്കാൻ കഴിയാഞ്ഞതാണല്ലോ ഞങ്ങളുടെ എല്ലാം തോൽവിയുടെയും കാരണം. കർത്താവേ, ആ ഭാഷകൾ തുറന്നു തരുന്നതിനായി നന്ദിയാവാം. In Jesus' name.